ഇരവാകവേ എന്റെ ഈ സൗണ്ട് കാരണമായിരിക്കണം ഇത്രയും ഇവിടം വരെ എത്തിയത്. ഇൻഡസ്ട്രി ഫുൾ ഇങ്ങനെ ഒരു വിശ്വാസമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ റഹ്മാൻ സാറിന്റെ ഒരു പാട്ട് പാടി ഒരു മലപ്പുറത്തുകാരി കൊച്ച് മീര വളരെ ഫേമസ് ആയിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ വന്ന ആ മീരയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് ഹാപ്പിയൊക്കെ അവളുടെ മൊമെന്റ്സ് ഒക്കെ എൻജോയ് ചെയ്തതാണ്. അപ്പോൾ ഇപ്പൊ വീണ്ടും ഒരു പാട്ട് പാടി തന്റെ കമന്റ് ബോക്സ് മൊത്തം ബ്ലൂ ടെക്കിലുള്ള കമന്റുകൾ കൊണ്ട് നിറച്ചിട്ട് ഒരാൾ വീണ്ടും കാസർഗോഡ് നിർത്തിയിരിക്കുകയാണ്. നമ്മുടെ സ്വന്തം അമൻ ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നില്ല, കാരണം ഏറ്റവും വലിയ വിശേഷം കാരണമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പോ നമ്മൾ സാധാരണ നമ്മളെ ഫോളോയിങ് ലിസ്റ്റില് അല്ലെങ്കിൽ സ്റ്റോറി വ്യൂവേഴ്സ് ലിസ്റ്റില് അല്ലെങ്കിൽ ബ്ലൂടിക്ക് ഉള്ള അക്കൗണ്ടുകളാണ്. ഇത് കമന്റ് ബോക്സ് നിറച്ചങ്ങ് ബ്ലൂടിക്ക്. ആരൊക്കെയാ ലിസ്റ്റ് ഓർമ്മയുണ്ട്? റഹ്മാൻ തൊട്ടങ്ങ് പറഞ്ഞു തരണമെങ്കിൽ ആരൊക്കെയുണ്ട്? റഹ്മാൻ ആദ്യമായിട്ട് റഹ്മാൻ സാറിന്റെ മോളാണ് ഫസ്റ്റ് മോള്, പിന്നെ റഹ്മാൻ സാറ്, പിന്നെ ഹരീഷ് ശിവരാമകൃഷ്ണൻ സാറ്, പിന്നെ ജോജു ജോർജ് സാറ്, പിന്നെ രജിഷ വിജയൻ, പിന്നെ അനുപമ പരമേശ്വരൻ, പിന്നെ ആര്യ, മറ്റേ നമ്മളെ ആര്യ ഇവിടെ ബംഗ്ലാദേശ്, പിന്നെ ഇതിലിപ്പോ സെലിബ്രിറ്റി അല്ലാത്ത ആരെങ്കിലും കണ്ടിട്ടായിരുന്നു എന്നെ പിടിച്ച് വരണ്ടുമ്പോഴേ അത് കണ്ടുപിടിക്കാൻ എനിക്ക് എളുപ്പം. കാരണം നമ്മളൊക്കെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞപ്പോ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തപ്പണം കൊണ്ടുപോകുക. ഇത് പക്ഷെ നോക്കുമ്പോഴേ ഫുൾ സെലിബ്രിറ്റീസ്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഒരു ഇൻഡസ്ട്രി ഫുൾ ഇങ്ങനെ ഒരു വിശ്വാസമായിട്ട് വന്നു കഴിഞ്ഞപ്പോ? അത്ര പ്രതീക്ഷിക്കാത്ത സമയത്തല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കുറെ ഇതൊക്കെ ചെയ്തു എന്നെല്ലാം പറയുമ്പോഴും ഞാൻ എന്താ പറയാ ഭയങ്കരമായിട്ട് സന്തോഷമാണ്. ഇന്റർവ്യൂസ് ഇപ്പൊ കുറെ കൊടുത്തു. ഒരു 7, 8, 9, 10 ഒക്കെ ആയല്ലേ? അങ്ങനൊന്നുമില്ല, ഒരു 4-5 ചെയ്തു അത്യാവശ്യം. ഇപ്പൊ നമുക്കിപ്പോ അതിലേക്ക് വരുമ്പോ നമുക്ക് ഫാമിലിയിലേക്ക് പോകും. ആരൊക്കെയാണ് വീട്ടിലുള്ളത്, എന്തൊക്കെയാണ് വീട്ടിൽ വെച്ചിട്ട്, എവിടെയാണ് വീട്? ചുമ്മാ ഒന്ന് പരിചയപ്പെടും സ്വന്തമായിട്ട്. വീട് കുമ്പള സൂരമ്പയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സീതാങ്കുളി ആയിരിക്കും. കാസർഗോഡില് കുമ്പള സീതാങ്കുളി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. സൂരമ്പയിൽ ബോർഡർ ഒന്നുമല്ല, ഒരു ഗ്രാമപ്രദേശമാണ്. അവിടെ അച്ഛൻ, അമ്മ, ചേട്ടൻ PhD ആണ് ഹൈദരാബാദിൽ. അച്ഛൻ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അങ്ങനെ ഒരു പെട്ടെന്നൊരു ചോദ്യം, അതായത് നമ്മള് സിനിമകളിലൊക്കെ കാണുമ്പോണ്ടല്ലേ അച്ഛൻ പോലീസോ പട്ടാളോ അല്ലെങ്കിൽ ഡോക്ടറോ ഒക്കെ ആണെങ്കിൽ മക്കളെ ഈ മ്യൂസിക് കലയിലേക്കൊക്കെ വിടാനൊരു മടിയാണല്ലോ. അത് പഠിക്കും ഇത് പഠിക്കും, മറ്റേ മധുരമിഠായിലെ ഷാജൻ ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്ന പോലെ അതൊക്കെ ആയിരുന്നോ? തീർച്ചയായിട്ടും അല്ല. ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. എന്ത് കാര്യം വേണമെങ്കിലും അവിടെ ഓപ്പൺ ആയിട്ട് പറയാന്നുള്ള ഒരു സ്പേസ് കുടുംബത്തിലുണ്ട്. എല്ലാവർക്കും ആരാണെങ്കിലും. അച്ഛൻ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, അമ്മയും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ചേട്ടനും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരു ഫ്രണ്ട്ലി ഫാമിലി. ഒരു പ്രശ്നമില്ല, എല്ലാത്തിനും എന്ത് കാര്യത്തിലാണെങ്കിലും സപ്പോർട്ട് ഉണ്ടാവും. ഇപ്പൊ തന്നെ ഒരു സ്ഥലത്ത് ഓഡിഷന് പോവാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും, ഇപ്പൊ പ്രത്യേകിച്ച് പറഞ്ഞാൽ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഞാൻ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് രാത്രി 3 മണി 4 മണിയൊക്കെ ആവും. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഒരു ചീത്ത സാധാരണ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതെ, അമ്മ ചില സമയത്ത് ഉറങ്ങാതെ കാത്തിരിക്കും. ഞാൻ എത്ര ഉറങ്ങണം എന്ന് പറഞ്ഞാലും ഉറങ്ങൂല. അങ്ങനെയൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഓപ്പൺ ആണ്, എല്ലാവരും ഭയങ്കര ഫ്രീ ആണ്. അതെ, ഇപ്പൊ ഫാമിലി എത്ര സപ്പോർട്ടീവ് ആയതുകൊണ്ട് തന്നെ കരിയറിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പൊ കേറാൻ പറ്റുമല്ലേ? ചോദിക്കുകയാണെങ്കിൽ താനൊരു പാട്ടുകാരനാണ് അല്ലെങ്കിൽ ഇനി തന്റെ കരിയർ ഒരു പാട്ടുകാരനായിട്ടാണ് എന്ന് തിരിച്ചറിയൊരു മൊമെന്റ് ഉണ്ടാവുമല്ലോ. എല്ലാവരും ലൈഫിൽ ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ ലൈഫ് എന്ന്. തിരിച്ചറിഞ്ഞൊരു മൊമെന്റ് ഏതായിരുന്നു അമലിന്? ഞാനത് 10th അതായത് 9th എത്തുമ്പോ നമ്മൾ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ബാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് സ്കൂളിൽ തന്നെ ഫ്രണ്ട്സ് ആയിട്ട് ബെഞ്ചിൽ കൊട്ടി പാടുന്ന കാലം അന്നൊക്കെ കുറെ പ്രാവശ്യം ബെഞ്ചിൽ കൊട്ടി പാടി പണിഷ്മെന്റ് ഒക്കെ സാറിനൊക്കെ ഓർമ്മ ഉണ്ടാവും. ഇപ്പൊ പണ്ടത്തെ പ്രിൻസിപ്പളൊക്കെ കുറെ പ്രാവശ്യം പണിഷ്മെന്റ് ഒക്കെ തന്നെ. അപ്പൊ ആ കാലത്തൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഒരു ബാൻഡ് തുടങ്ങണം എന്ന് പറയാം. അത് ജസ്റ്റ് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പക്ഷെ അതൊന്നും നടത്താൻ പറ്റിയിട്ടില്ല. പക്ഷെ +2 കഴിഞ്ഞ് ഇങ്ങനെ പാട്ടിനോട് എന്താ പറയാ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരാൻ തുടങ്ങി. ആൾക്കാർ കുറച്ചും കൂടി എടാ നല്ല രസമുണ്ട് പാടുന്നതെന്ന് പറയാൻ തുടങ്ങിയ സമയത്താണ് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് മ്യൂസിക് കരിയറായി ചൂസ് ചെയ്തുകൂടാ. അത് ഡിഗ്രി എത്തുമ്പോഴത്തേക്കാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കാരണം
കുറച്ചും കൂടി നല്ലൊരു എന്താ പറയാ സ്റ്റേജിൽ നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയത് കോളേജിലത്തെ സ്റ്റേജാണ്. ഗവൺമെന്റ് കോളേജ് കാസർഗോഡിലാണ് പഠിച്ചത്. അവിടെ നിന്നാണ് സ്റ്റേജിൽ സംസാരിക്കാൻ പോലും പഠിക്കുന്നത് ആദ്യമായിട്ട്. ഒരു ദിവസം ഞാൻ അതായത് ഫസ്റ്റ് ഇയർ കയറി ഫ്രഷേഴ്സ് ഡേക്ക് എന്നോട് ഒരു ചേച്ചി വന്നിട്ട് പറഞ്ഞു, എടാ ഒരു പരിപാടിയും കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം, ആരും വന്നിട്ടില്ല, നീ എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റേജ് മാനേജ് ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ അന്നാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ സംസാരിക്കുന്നത്, ഒരു ആങ്കർ പോലെ സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിച്ച് ആ പ്രോഗ്രാം ഞാൻ നല്ലപോലെ കളറാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു അരമണിക്കൂർ പ്രോഗ്രാം എൻ്റെത് തന്നെ ചെയ്തു. അങ്ങനെയാണ് സ്റ്റേജിനുള്ള പേടി മാറിയത്. പേടി മുമ്പേ മാറിയിട്ടുണ്ട്. എന്നാലും എന്താ പറയാ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഇത്രയും വലിയ ഓഡിയൻസ് ഇപ്പൊ കയ്യിലെടുത്ത് തുടങ്ങിയത് കോളേജിൽ നിന്നാണ്. അപ്പൊ ആ ടൈമിൽ തന്നെ ഞാൻ ഏകദേശം ഉറപ്പിച്ചു എന്തുകൊണ്ട് മ്യൂസിക് കരിയർ ആക്കിക്കൂടാ. ഇപ്പൊ അങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞപ്പോ ആദ്യം ഫാമിലിനെ അറിയിക്കണമല്ലോ. ഇപ്പൊ ഫാമിലി എത്ര ഓപ്പൺ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സമ്മതിക്കണമെന്നില്ല. ആ ഒരു ഇതങ്ങനെ സെക്ഷൻ എങ്ങനെയായിരുന്നു? പേടിച്ചിട്ടാണോ അറിയിച്ചത്, അതോ ചുമ്മാ പറഞ്ഞാലേ ഞാൻ കരിയറായിട്ട് പാടിയെടുക്കാണോ? അല്ല, ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു മ്യൂസിക്കിലോട്ട് തന്നെയാണ് താല്പര്യം. അപ്പൊ അച്ഛൻ പറഞ്ഞു നിന്റെ താല്പര്യം തന്നെയാണ് എനിക്കും വേണ്ടത്. കാരണം അവര് അത്രക്കും സപ്പോർട്ടീവ് ആണ്. എന്ത് കാര്യമാണെങ്കിലും എനിക്ക് മറ്റേ കമന്റ് നിങ്ങൾ ഇത് ഇല്ല, അവര് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ തന്നെ ഞാൻ അഥവാ എനിക്ക് അഡ്മിഷൻ ഇവിടെ കിട്ടിയില്ലെങ്കിൽ കൊച്ചിയിൽ സെറ്റ് ആയിട്ട് എന്തെങ്കിലും മ്യൂസിക്കിന്റെ പരിപാടി ചെയ്യട്ടെ എന്ന് പറയുമ്പോഴും പോലും അവര് പറയുന്നത് പോയിക്കോ, സെറ്റ് ചെയ്തോ. അങ്ങനെയാണ്. ഇപ്പൊ ഒരു 10 ദിവസമായിട്ട് കാസർഗോഡ് നിന്ന് കൊച്ചി വന്നോക്കാണ് മ്യൂസിക്കിന്റെ PG ക്ക് വേണ്ടി അല്ലേ? അതെ, PG അഡ്മിഷന്റെ കാര്യമായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മ്യൂസിക്കിൽ PG എടുക്കാൻ വേണ്ടി അല്ലേ? അതെ, വെയിറ്റിംഗ് ആണ്, എന്തായെന്ന് അറിയില്ല. ഇനി മ്യൂസിക് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത സെക്ഷൻ ഇപ്പൊ PG മ്യൂസിക് നമുക്ക് ലിമിറ്റഡ് സീറ്റ്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ അത് അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡറി ആയിട്ട് വെച്ചാൽ എന്താണ്? സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് ആഗ്രഹം. റിസൾട്ട് കിട്ടി ഏകദേശം അങ്ങനെ പഠിക്കാനാണ് ആഗ്രഹം. അതിപ്പോ നോക്കുന്നേ ഉള്ളൂ, സെർച്ച് ചെയ്യുന്നേ ഉള്ളൂ അതിനെപ്പറ്റി. ഇപ്പോ അമലിന്റെ ഇൻസ്റ്റ പേജ് അതാണല്ലോ ഇപ്പൊ നമുക്ക് റീച്ച് വേണം, അല്ലെങ്കിൽ നമുക്ക് മുമ്പിലുള്ള അമലിന്റെ പ്രൊഫൈൽ ഇതാണ് അമൽ എന്ന് പറയുമ്പോ അതിന്റെ അകത്ത് ഇപ്പോ അമലിന്റെ പാട്ടുകളും മാർവലസ്, അല്ലാതെ ഒന്നും പറയാനില്ല. കാരണം ഒരുപാട് പാട്ടുകൾ കേട്ടു നോക്കി. അതിലെനിക്ക് അതിലും കൂടുതൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾ ഈ പാട്ടുകാർക്ക് ഈ കവർ സോങ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രെയിം വെക്കുന്നവരാ. കാരണം ഓരോ പാട്ടിന് പറ്റിയ ആ ഒരു ഇമോഷൻ നമ്മളെ എന്താ പറയാ നമ്മളെ ലയിപ്പിക്കുന്ന രീതിയിലുള്ള ഫ്രെയിമുകൾ. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇല്ല സോളോ സോളോ, അതൊക്കെ ആരെ സെറ്റ് ചെയ്തത്? അമൽ തന്നെയാണോ അതോ അതിനു വേണ്ടി സെപ്പറേറ്റ് സെക്ഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ? അതിലിപ്പോ ചിലതൊക്കെ ഞാൻ തന്നെയാണ് ഏകദേശം ചെയ്യുന്നത്. പക്ഷെ മോസ്റ്റ്ലി എന്റെ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഷൂട്ട് ചെയ്ത് തരുന്നതാണെങ്കിലും അവരാണ്, ഫ്രണ്ട്സ് ആണ്. എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും ഫ്രണ്ട്സ് ആണ്. ഫിൽറ്റർ ഇപ്പൊ തീരുമാനിക്കുന്നതാണെങ്കിലും ഫ്രണ്ട്സ് ആണ്. പിന്നെ ചേട്ടനും ഓരോ സജഷൻസ് ഒക്കെ പറയും, ഇങ്ങനെ ചെയ്യ്, ഒരു ഔട്ട്ഡോർ ചെയ്യ്, ഇങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യ്. അപ്പോ പകുതി ഇതും ഫ്രണ്ട്സ് തന്നെയാണ് പറയാറ്. എങ്ങനെയാണ് അതിന്റെ ഓരോ ഫിൽറ്ററും ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എനിക്കിങ്ങനെ കൂടുതലായിട്ട് ഇതിനെ പറ്റി ഒന്നും അറിയില്ല. അതായത് എങ്ങനെയാണ് അതെ. പിന്നെ ചിലതൊക്കെ ഞാൻ തന്നെ ഒരു റാൻഡംലി ഇങ്ങനെ സെലക്ട് ചെയ്യും. പക്ഷെ മോസ്റ്റ്ലി ഫ്രണ്ട്സ് ആണ് കൂടെ ഉണ്ടാവാറ്. എല്ലാം വീഡിയോ എടുക്കാനാണെങ്കിലും എഡിറ്റ് ചെയ്യാനാണെങ്കിലും എല്ലാം. വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നതാണെങ്കിലും എന്റെ ഫ്രണ്ടാണ്. അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ആണ്. ഒരു ഫ്രണ്ട്ലി മാൻ ആട്ടോ. ഒരുപാട് ഫ്രണ്ട്സിനെ വെച്ചിട്ടല്ലേ? ഫാമിലി ഫ്രണ്ട്സ് ആണ് എല്ലാ സഹായത്തിനും കൂടെ ഉള്ളത്. പക്ക ഒരു ഫ്രണ്ട്ലി അല്ലേ സർക്കിൾ. അപ്പൊ പിന്നെ ഭയങ്കര പെട്ടെന്ന് മിങ്കാവുക, ആൾക്കാരായിട്ട് കമ്പനി ആവുകയല്ലേ. ഇതിലിപ്പോ ഒരുപാട് സ്റ്റേജുകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എങ്ങനെയാണ് ഗ്രൂപ്പ് ആയിട്ടാണോ സോളോ പെർഫോമൻസസ് ആണോ കൂടുതലും ചെയ്യാറ്? ചിലത് ഗ്രൂപ്പായിട്ടാണ്, ചിലത് സോളോ ആയിട്ട് ചെയ്യും. ഗിറ്റാർ വെച്ചിട്ട് സോളോ ആയിട്ട് പോകും. അതിപ്പോ ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് പോവാറ്. ഇപ്പൊ ഏതെങ്കിലും സ്റ്റേജ് ഉണ്ടോ അതായത് എന്തിലെ കലാകാരനെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചു എന്ന് തോന്നുന്നൊരു സ്റ്റേജ് ഉണ്ടാവില്ല? ഓ ഇവിടെ കിട്ടിയത് എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല, ആ രീതിയിലുള്ള സ്റ്റേജ് ഏതെങ്കിലും ഉണ്ടോ എക്സ്പീരിയൻസ്? അതായത് ഞാൻ ഉദ്ദേശിച്ച ഒരു കറക്റ്റ് ഓഡിയൻസ് എനിക്ക് കിട്ടിയത് ഈ അടുത്ത് കൊച്ചിയിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്തപ്പോൾ ജസ്റ്റ് ജാമിന്റെ ഒരു ഓപ്പൺ മൈക്കിന് പ്രോഗ്രാം ഞാൻ വിളിച്ചായിരുന്നു അതിലിട്ട്. അപ്പൊ അങ്ങനെ അതിന് വന്നപ്പോഴാണ് എനിക്ക് പക്കാ ഒരു ഓഡിയൻസ് എന്ന് പറഞ്ഞൊരു സംഭവം, സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. പിന്നെ അതിനു മുമ്പ് IHRD കോളേജിലൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ അത്യാവശ്യം നല്ല ഓഡിയൻസ് ആണ് കിട്ടാറ്. പിന്നെ നാട്ടിൽ ഞാൻ കുറച്ച് സ്ലോ പാട്ടൊക്കെ പാടുമ്പോൾ ചിലവർക്ക് ബോറടിക്കാറൊക്കെ ഉണ്ട്. പക്ഷെ കുറച്ചും കൂടി നല്ലപോലെ എനിക്ക് സാറ്റിസ്ഫൈഡ് ആയത് കൊച്ചിയിലത്തെയും പിന്നെ കുമ്പള ഒരു സ്കൂളിൽ കോളേജിൽ പാടിയ ഒരു പ്രോഗ്രാമാണ്. പിന്നെ ഒബ്വിയസ്ലി എന്റെ കോളേജ്
എന്റെ കോളേജിലത്തെ ഓഡിയൻസ് ഒക്കെ നല്ല കോളേജിലെ കൂട്ടുകാര് അല്ലേ? വീണ്ടും കൂട്ടുകാർ തന്നെ. ഇപ്പൊ അമലിനെ കുറിച്ച് പറഞ്ഞാൽ അമലിന്റെ സൗണ്ട് നമ്മളിപ്പോ എല്ലാ പാട്ടുകാർക്കും ഇത് ചെയ്യുന്നില്ല. ചിലർക്ക് നമുക്കിപ്പോ എന്താ പറയാ യേശുദാസ് സാറിന്റെ മ്യൂസിക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മകന്റെ സൗണ്ടും രണ്ട് രീതിയിലാണ്. അവർക്ക് പാടാൻ പറ്റുന്ന പാട്ടുകളും രണ്ട് രീതിയിലാണ്. എനിക്ക് തോന്നുന്നു അമലിന് ഇപ്പൊ ഏത് പാട്ടും പാടാനുള്ളൊരു ഇതുകൊണ്ടെന്ന് എനിക്കിപ്പോ കേട്ടത്തോളം പിന്നെ കണ്ട വീഡിയോസിൽ നിന്ന് മനസ്സിലായി. അപ്പൊ അമൽ എങ്ങനെയാണ് പ്രിഫർ ചെയ്യുന്നത്? സോങ്സ് സെലക്ഷൻ എങ്ങനെയൊക്കെയാണ് വരുന്നത് ഇപ്പൊ ഒരു കവർ പാടുമ്പോ? കവർ പാടുമ്പോ എനിക്ക് മോസ്റ്റ്ലി താല്പര്യം അൺപ്ലഗ്ഡിനോടാണ്. സാധാരണ മെലഡി സോങ്സിനോടാണ് കൂടുതലായിട്ട് താല്പര്യം. പിന്നെ കർണാട്ടിക് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളും പിന്നെ ഹിന്ദുസ്ഥാനി ഒക്കെ കുറച്ചും കൂടി ഇഷ്ടമാണ്. അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലായിട്ട് താല്പര്യം. പിന്നെ ഫാസ്റ്റിലോട്ട് എനിക്ക് ഫാസ്റ്റ് പാടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസിലൊക്കെ. കാരണം ഏത് പ്രോഗ്രാമിന് പോയാൽ ഫുള്ളായിട്ട് സ്ലോ പാട്ട് ഓഡിയൻസിനൊന്ന് ഇപ്പൊ നാടൻ പാട്ട് നല്ലോണം പാടും. നാടൻ പാട്ട് മുമ്പ് ട്രൂപ്പിലുണ്ടായിരുന്നു. അങ്ങനെ നാടൻ പാട്ട് പാടും. പിന്നെ ഫാസ്റ്റ് സോങ്ങും പാടും. അമലിന്റെ സ്ലോ സോങ്സ് ആണ് നമ്മള് റീസെന്റ് കേട്ടത്. ഒരു ഫാസ്റ്റ് ഒരു നാടൻ സാധനം പഠിക്കാൻ പറ്റുമോ? പാടും. മണിച്ചേട്ടന്റെ പാട് തന്നെ മതി, ധാരാളം. എല്ലാരും കേട്ട പാട്ടാണ് ചാലക്കുടി ചന്തയ്ക്ക് പോകുന്ന പാട്ടാണ്. അതാണ് മെയിൻ ആയിട്ട് സ്റ്റേജിൽ പാടാറ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടിന് നെയ്യുള്ള വിളക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മൂടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചുവപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. അടിപൊളി അടിപൊളി അടിപൊളി. പെട്ടെന്ന് ഓർമ്മ നാടൻ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ അറിയാണ്ട് മണിച്ചേട്ടനെ കുറച്ച് ഓർത്തു. അടിപൊളി. അപ്പൊ ആ ഒരു സെക്ഷൻ ഓക്കെ. പിന്നെ അമ്മേനെ കരയിപ്പിച്ചായിരുന്നു എനിക്ക് പാട്ട് പാടി. ആ ഒരു ഇൻസിഡന്റ് ശരിക്കും എന്താണ്? കാരണം എല്ലാരും ചോദിച്ചു എന്ത് പറ്റി അമ്മേ. അമ്മ ചോദിച്ചായിരുന്നു, കമന്റ് ബോക്സിൽ ചോദിച്ചു എന്ത് പറ്റി അമ്മ എന്തെങ്ങനെ കരയുന്നേ, ഒരുപാട് ചോദിച്ചു. അതിനെ കുറിച്ച് ആ ഒരു ഇന്ററാക്ഷൻ, ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? സംഭവം ഒന്ന് മെയിനായിട്ട് ചിലപ്പോ എന്റെ പാട്ടിന്റെ ഇമോഷൻ, അതായത് പാട്ടിന്റെ ഫീലിങ്ങിലൂടെ ആയിരിക്കും അമ്മ കാര്യം. പിന്നെ ഈ അടുത്താണ് അമ്മ പറയുന്നത്, അമ്മ ഈ ഇടയ്ക്ക് അറ്റാക്ക് ആയിട്ട് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഈ കലോത്സവത്തിന്റെ സമയത്ത്. എനിക്ക് കലോത്സവമായിരുന്നു ടൈമില്, കോളേജിലായിരുന്നു ഞാൻ സ്റ്റേ ചെയ്യുന്നത് ടൈമിൽ. ഇവരാരും എന്നോട് പറഞ്ഞിട്ടില്ല. അച്ഛനമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇല്ല, ആരെയും അറിയിച്ചില്ല. ഇവര് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പൊ ഞാൻ ഒരു പ്രാവശ്യം ഡ്രസ്സ് വാങ്ങാൻ പോകുന്നുണ്ടായിരുന്നു, ഗ്രൂപ്പ് സോങ്ങിന്റെ സെലക്ഷന്റെ ഡ്രസ്സ്. കല്യാൺ സിൽസിലേക്ക് പോകുമ്പോഴാണ് അവിടുത്തെ എന്നെ പരിചയമുള്ള നേഴ്സാണ്. അവരിങ്ങനെ പറഞ്ഞു അമ്മ ഹോസ്പിറ്റലിൽ വന്ന് അറിഞ്ഞില്ലേ. അപ്പോഴാണ് എനിക്ക് അറിയുന്നത്. എന്നിട്ട് ഞാൻ നേരെ വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അല്ല, ആദ്യം അച്ഛനെ വിളിച്ചു. അച്ഛൻ ആദ്യം കള്ളം പറഞ്ഞു. പക്ഷെ എന്നാലും പിന്നെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴാണ് അറിയുന്നത് അമ്മയ്ക്ക് അറ്റാക്ക് വന്നു, അറ്റാക്ക് ആയെന്ന്, ഹോസ്പിറ്റലുണ്ട്, അഡ്മിറ്റഡ് ആണ്. അങ്ങനെ ICUലേക്ക് നേരെ പോയി കരയുന്നതാണ് ഞാൻ. കാരണം അമ്മേനെ ഇത്രയും, അതായത് ഭയങ്കര ഒരു ഹാപ്പി ഫാമിലിയാണ്. ഒരു പ്രശ്നവും ഇല്ല, ഒരു പ്രതിസന്ധികളും ഇല്ലാത്തൊരു ഫാമിലിയാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി. അങ്ങനെ ICUയിൽ പോയി കരയുന്ന ഒരു സീനാണ് അമ്മയ്ക്ക് ഓർമ്മ വന്നത് എന്നാണ് അമ്മ ആ ടൈമിൽ പറഞ്ഞത്. പിന്നെ ഏകദേശം എല്ലാ പാട്ടും പാടുമ്പോ സ്റ്റേജിൽ കാണുമ്പോ അമ്മ നല്ലോണം ഇമോഷണൽ ആവുന്നതാണ്. ഇപ്പോ കുറച്ച് എന്താ പറയാ, നല്ലപോലെ ഓഡിയൻസ് ഒക്കെ കൈയടിക്കുന്ന കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. പിന്നെ അമ്മ മാത്രമല്ല, ചേട്ടനും അച്ഛനും ഭയങ്കരമായിട്ട് സപ്പോർട്ടീവാണ്. ചേട്ടനടക്കം ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ ചേട്ടനാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഗിറ്റാർ. ഈ ഒരു ബർത്ത്ഡേക്ക് ചേട്ടൻ ഗിഫ്റ്റ് ചെയ്തു എനിക്ക്. അതെ അതെ അതെ. അങ്ങനെ അങ്ങനൊക്കെ ഹാപ്പിയാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞു പാടുമ്പോ കുറച്ച് ഹിന്ദുസ്ഥാനി അല്ലെങ്കിൽ കുറച്ച് കർണാടിക് എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ ശരിക്കും? കർണാടിക് ഞാൻ പഠിക്കുന്നുണ്ട്. എത്ര നാളായി? ഇപ്പൊ 15 വർഷമായി. 15 വർഷം. എത്ര വയസ്സായി? ഇപ്പൊ 21. അത്ര 6 വയസ്സുള്ളപ്പോ തൊട്ട്. അടിപൊളി. ഞാൻ ആരോട് എന്ത് ചോദിച്ചതല്ല. ആരാണ് ഗുരു? ആരാണ് ഗുരു? ആദ്യം എനിക്ക് പരപ്പുണ്ണി കൃഷ്ണൻ മാഷ് എന്ന് പറഞ്ഞ ഒരു മാഷാണ് കാഞ്ഞങ്ങാടുള്ള. പിന്നെ അത് കഴിഞ്ഞ് ഹരിപ്രസാദ് മാഷ് മരിച്ചുപോയി. ആദ്യത്തെ മാഷ് ഉണ്ണികൃഷ്ണൻ മാഷ് മരിച്ചതിന് ശേഷമാണ് ഞാൻ ഹരിപ്രസാദ് മാഷിലോട്ട് പോകുന്നത്. ഇപ്പോൾ വീണാവാദിനി എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള
പിന്നെ അതിന്റെ ബാക്കിൽ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ മാസ്റ്റർ ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു അവിടെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സിന്റെ കുറച്ചൊരു ഞാൻ തബലയും കൊട്ടും. അപ്പൊ അങ്ങനെ ഇപ്പൊ ചില പ്രോഗ്രാം ഒക്കെ അവര് തബലയും ഗിറ്റാർ മാത്രമേ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് കൂടി ഉണ്ടോ? വേറെ ഒന്നുമില്ല, തബലയും ഗിറ്റാറും. പിന്നെ ശിവപ്രസാദ് മാഷാണ് തബലയുടെ ഒരു ഗുരു. പിന്നെ പ്രഭാകര മാഷ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്ഥലത്തിലേക്ക് സഞ്ചരിച്ചാണ് എത്തിയത്. ഒരുപാട് സഞ്ചരിച്ചല്ലേ? സംഗീതം പഠിക്കണമെന്ന് മോഹവുമായി. ഗിറ്റാർ സ്വന്തമായിട്ടാ പഠിച്ച, യൂട്യൂബ് നോക്കി സ്വന്തമായിട്ട് തന്നെ പഠിച്ചെടുത്തു. അപ്പൊ ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, അതെങ്ങനെയാണ്? ട്രൂപ്പായിട്ടാണോ അതോ ആ ഒരു ട്രൂപ്പ് ഇപ്പൊ കറന്റ്ലി വർക്ക് ചെയ്യുന്നത്? കറന്റ്ലി എനിക്ക് അതായത് ഒരു 30K ഫോളോവേഴ്സ് ആകുമ്പോഴാണ് എനിക്ക് ഈ പാട്ട് വൈറലാകുന്നത്. അപ്പൊ അതിനു മുമ്പ് കുറച്ച് പാട്ടുകൾ വൈറലായി, ഒരു അത്യാവശ്യം ഒരു ഇതിൽ എത്തിയിരുന്നത്. അപ്പൊ അങ്ങനെ കുറെ ആൾക്കാർ വിളിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്കാണ് ചില പ്രോഗ്രാം ഒക്കെ അറ്റൻഡ് ചെയ്യാറ്. ഒറ്റയ്ക്ക് ഗിറ്റാർ വെച്ചിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു ഗിറ്റാറിസ്റ്റും ഞാൻ, പിന്നെ ഒരു കഹോണും. കഹോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാബ് ബോക്സ് എന്ന് സാധാരണ പറയും. ശരിക്കും ക്ലാബ് ബോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒരു പേരാണ്. ശരിക്കും കഹോൺ KAJON എന്നാണ്, കഹോൺ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. കഹോൺ. അപ്പോ ആ ഇൻസ്ട്രുമെന്റും ഉണ്ടാവും. അങ്ങനെയാണ് പോവാറ്. ഇനിയിപ്പോ ഒരു ബാൻഡ് സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഹവുമായി വീണ്ടും അതിലേക്കായിരുന്നു ചോദ്യം വരുന്നത്. അപ്പൊ ആദ്യം 10ാം ക്ലാസ്സിലുള്ള ആഗ്രഹം ഇപ്പൊ എവിടെ എത്തിയെന്നാണ് ചോദിക്കാൻ വന്നത്. പക്ഷെ അതിന് മുമ്പ് ആഗ്രഹമായി എന്നും പറഞ്ഞ ഫുൾ സ്റ്റോപ്പ് ഇട്ട് ആ ഫുൾ സ്റ്റോപ്പ് നമുക്ക് വായിച്ചു തരണ്ട, അതിന്റെ ബാക്കി അങ്ങ് പറഞ്ഞു. ആഗ്രഹമായി ഇടം വരെ എത്തി. ഇപ്പൊ ഞാന് കൊച്ചിയിൽ കുറച്ച് ആൾക്കാരെ കണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ എന്റെ നാട്ടിലത്തെ 2 ആൾക്കാരുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എനിക്കൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ട്. ഒരു യുണീക്ക് ബാൻഡ്, അതായത് ഒരു ഫോക്കും മെലഡിയും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ബാൻഡാണ് പ്ലാൻ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടീം ഇപ്പോൾ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. എൻ്റെ മനസ്സിലുള്ള ഒരു ടീമുണ്ട്. അതിനിപ്പോ പോയിട്ട് ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ ഒരു കോമ്പോസിഷൻ ഇറക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ 2 കോമ്പോസിഷൻ ഉണ്ട്. അതെ, പാട്ടാണ്. അങ്ങനെ പണിപ്പുരയിലാണോ അതോ നീ തുടങ്ങാൻ പോകുന്നുള്ളൂ? ഇപ്പൊ പല്ലവി വരെ എത്തി. പിന്നെ വേറൊരു പാട്ടും പല്ലവി വരെ എത്തി. 2 പകുതിക്ക് നിൽക്കുക. അതെ. അപ്പൊ ഏകദേശം ഉടനെ ഉണ്ടാവൂല? എങ്ങനെയാണെങ്കിൽ ഒരു 2 മാസത്തിനുള്ളിൽ ചെയ്യാനാണ് പ്ലാൻ. പക്ഷെ അതിന്റെ ജസ്റ്റ് ഒരു ലിറിക്കൽ വീഡിയോ ആക്കാനാണോ അതൊരു വീഡിയോ സോങ് ആയിട്ട്? വീഡിയോ സോങ് ആയിട്ട്, നമ്മുടെ കടുങ്കാപ്പിയൊക്കെ പോലെ. അതേപോലെ. അപ്പൊ എങ്ങനെയാണ് ഇപ്പൊ സംഗീതം മാത്രമാണോ? സംഗീതം എന്നൊരു ലോകത്തിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നത്, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ഉണ്ടോ? ഇല്ല, പാട്ട് മാത്രമാണ്. പിന്നെ വണ്ടിപ്രാന്തനാണ് ചെറുതായിട്ട്. വണ്ടിപ്രാന്തനാണ്? അതെ. വണ്ടിപ്രാന്തന്മാർക്ക് പറ്റിയ ആളാണോ? കാറിനോട് ഭയങ്കര ക്രേസ് ആണ്. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ സോളോ റൈഡൊക്കെ പ്രോഗ്രാംസിനൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തിട്ടും, ചില സോളോ പെർഫോമൻസിലൊക്കെ ദൂരെ എല്ലാം ലോങ് ട്രിപ്പ് ഒക്കെ ഒറ്റയ്ക്ക് പോകും. സോ നമ്മൾ ജസ്റ്റ് ഇടയ്ക്ക് ചില ബാൻഡുകൾ ഞാൻ കേട്ടിട്ടുണ്ട് ഓൾ ഇന്ത്യ റൈഡ് ചെയ്ത് പ്രോഗ്രാംസ് നടത്തുന്നതൊക്കെ. അതോടൊക്കെ ഒരു ബാൻഡ് ആവും എനിക്ക് കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് അങ്ങനെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് നടത്തുന്ന ബാൻഡ്. അങ്ങനെ നോക്കട്ടെ എങ്ങനെയാണെന്ന്.